വെച്ചിരിക്കുന്ന അതിന്റെ 1000 ഇടതലങ്ങളിൽ സ്വീകരിക്കുന്ന സൂര്യപ്രകാശത്തിനോട് കൂടിയ അതിലെവിടെയോ വെച്ചാണ് അത് ഫലം രൂപാന്തരപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മണ്ണിൽ പേരുണ്ടാവുകയും ആകാശത്ത് നിവർത്തി വെച്ചിരിക്കുന്ന ഇലതലങ്ങൾ ഉണ്ടാവുകയും എന്ന് പറഞ്ഞാൽ നാളെയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു സ്വപ്നം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കലാകാരൻ സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്നാണ് അറിവ് സൂചിപ്പിക്കുന്നത്. വലിയ ഉത്സവത്തിലൂടെ എങ്ങനെയാണ് നിങ്ങൾ കവിത എഴുതുന്നത് എന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ ആദ്യമായി കവിത എഴുതിയത് തീവണ്ടി പാളത്തിലൂടെ തീവണ്ടി കടന്നു പോകുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ ഭൂമിയിൽ മണ്ണിൽ ചെവി ചേർത്ത് കിടന്നു എന്നാണ്. അങ്ങനെ നേർത്ത് നടന്നു പോകുന്ന ഈ പാളത്തിലെ ചക്രം വീശുന്ന ശബ്ദവും ആ ശബ്ദം നേർത്ത് പോകുന്ന സന്ദർഭം ഞാൻ ആകാശത്തേക്ക് പോയി. ആകാശത്ത് വാരി എഴുതിയിരിക്കുന്ന 1000 നക്ഷത്രങ്ങൾ. ഇതിനെന്ത് അർത്ഥവും പറയുന്നത് മണ്ണ്, ആകാശം. എവിടെയാണ് ഒരു കലാകാരൻ നിൽക്കേണ്ടത്, ഒരു സാഹിത്യകാരൻ നിൽക്കേണ്ടത്? മണ്ണും മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്നത്. മണ്ണും മനുഷ്യനുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് മനുഷ്യന് വേണ്ടിയുള്ള സാഹിത്യം ഉണ്ടാകുന്നത്, മനുഷ്യന് വേണ്ടിയുള്ള കലാപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഏഷ്യയിൽ പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന ഒരു ലോകത്ത് നിന്ന് മികച്ച മറ്റൊരു ലോകത്തേക്കുള്ള സഞ്ചാരമാണ് സാഹിത്യം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നിന്ന് മികച്ച മറ്റൊരു ലോകം സൃഷ്ടിക്കാനുള്ള പ്രയാണമാണ് സാഹിത്യത്തിന്റെ ധർമ്മം എന്ന്. അങ്ങനെയാണെങ്കിൽ കലാകാരന്റെ അകത്തൊരു വിശാലമായ ഓർമ്മയില്ല. കലാകാരന്റെ അകത്തുമായിരിക്കുന്ന ലോകങ്ങളാണ്. അത് നേരത്തെ ആശ്വസിച്ചതുപോലെ രാമൻ സൂചിപ്പിച്ചതുപോലെ വിശാലമായ ഈ ലോകം ഉണ്ടാവണമെങ്കിൽ അകത്ത് നന്മയുണ്ടാവണം. മനുഷ്യനെ പ്രതി, ഈ പ്രകൃതിയെ പ്രതി വലിയ ആലോചനകൾ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു ആലോചന ഉണ്ടാകുന്ന ഒരാൾക്ക്, ഏറ്റവും മികച്ച ഒരു ഭാവന ഉണ്ടാകുന്ന ഒരാൾക്ക് സമൂഹത്തിന് വേണ്ടിയായിരിക്കും അയാൾ എഴുതുന്നത്, അയാൾ പാടുന്നത്, പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. നിസാര സ്റ്റഡീസിന്റെ സാഹിത്യോത്സവിന്റെ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചാൽ, വളർന്നു വരുന്ന ധാരാളം കുരുന്നു മക്കൾ, അവർക്ക് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? കുട്ടികൾ തൊഴിലിലൂടെ വിശുദ്ധിയുള്ളവരാണ് എന്നാണ്. കുട്ടികൾ വിശുദ്ധരായി ജീവിക്കുന്നു എന്നാണ് പരിശുദ്ധരായ നമ്മൾ പഠിക്കുന്നത്. പിന്നെ എപ്പോഴാണ് അവർക്ക് അശുദ്ധി വന്ന് ചേരുന്നത്? അവരെ അശുദ്ധി വന്ന് ചേരുന്നത് പരിശുദ്ധ നമ്മളെ നിന്ന് സംക്രമിക്കുന്നതാണ് കുട്ടികൾ അകത്തേക്ക് ഈ അശുദ്ധി ഒഴുകിയത്. കുട്ടികൾ ധാർമ്മിക സദാചാര ബോധം രൂപപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. ആ കാര്യം ഇന്നലെ എങ്ങനെയായിരുന്നു നിർവഹിക്കുന്നത് നമ്മൾ ഓർക്കും. ഇന്നലെ നമ്മുടെ കുട്ടികളുടെ നന്മ, അവരിലെ ധാർമ്മികത, സദാചാര ബോധം ഇതെങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പകർന്നു നൽകിയ കൊച്ചു കഥകളിലൂടെ. ആ കഥകളിൽ ഉടനീളം നന്മയുണ്ടായിരുന്നു. അവിടെ നിന്ന് മുട്ടിട്ട് തകർത്ത് ഊത്ത് കാഴ്ച അതിനെ വൃക്ഷമായി പകർന്നു പിടിച്ചതാണ്. നിങ്ങൾ കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത് കേട്ട ഓരോ കഥകളിലേക്കൊന്നും ഒന്ന് പതുക്കെ ശ്രമിച്ചു. മണ്ണാങ്കട്ടയും കരിയിലെയും ദേശാടനം നോക്കിയ കഥകളിട്ടുണ്ട്. മഴ വന്നപ്പോ മണ്ണാങ്കട്ട ഒലിച്ചു പോകാതിരിക്കാൻ കയ്യിൽ അതിന്റെ കൈകഴിഞ്ഞു. അങ്ങനെ മണ്ണാങ്കട്ടയെ സംരക്ഷിച്ചു. കാറ്റ് വന്നു, കയ്യിലെ പങ്കു പോകാതിരിക്കാൻ മണ്ണാങ്കട്ട കയ്യിലേക്ക് പോയി നോക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും അവർ അങ്ങനെ സുഖമായി ജീവിച്ചു. ഒരു നാൾ കാറ്റും മഴയും ഒന്നിച്ചു വന്നു. അന്ന് മണ്ണാങ്കട്ടയും കരിയിലെയും അവസാനിച്ചു. നമുക്ക് വേറെ എന്തായിരുന്നു ഈ കഥകൾ? മണ്ണാങ്കട്ടയുടെയും കരിയിലെയും ജീവിതം അവസാനിക്കരുത്. ആ അവസാനിക്കാത്ത ഈ ജീവിതത്തെ ചൊല്ലിയായിരുന്നു നമ്മളെ വേവലാതി വിളിക്കെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കഥകളെ, അതിന്റെ പൂർത്തിയാവാത്ത ഈ കഥകളെ, അല്ലെങ്കിൽ നശിച്ചുപോയ ഈ 2 കഥാപാത്രങ്ങളെ ഒരു സംഘടനകളുണ്ട്. അപ്പോഴും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ ഭൂമി നശ്വരമല്ല. ഇത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മനോഹരമാക്കുകയും നാളേക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള നന്മ കൊണ്ട് ഇവിടെ പ്രകാശിതമാവുകയും